മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ഉയിർപ്പുകാലം 7-ാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇന്നലെ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. 2 മനുഷ്യര്, അവരിങ്ങനെ ഫരിസയനും ചുങ്കക്കാരനും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് വന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ ഉപമയിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് എപ്രകാരമായിരിക്കണമെന്ന്. വേര് കണക്കെ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവാനായിട്ട് പാടില്ല. അഹങ്കാരം തെല്ല് പോലുമില്ലാതെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച ഒരാളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരമരുളുകയും മറ്റേയാൾ ഇങ്ങനെ നിസ്സഹായനായിട്ട് തിരികെ പോവുകയും ചെയ്യുകയാണ്. ഹൃദയം കൊണ്ട്, ഹൃദയത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾക്കൊപ്പം നമ്മുടെ ഹൃദയവും ഉണ്ടായിരിക്കണം. സുവിശേഷത്തിൽ നമ്മൾ മറ്റൊരിടത്ത് കാണുന്നത് പോലെ ഈശോ ഇങ്ങനെ ബഥനിയായിലേക്ക് ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് വരികയാണ്. ഭർത്താവ് ഓടി ചെന്ന് വഴിയിൽ വെച്ച് തന്നെ ഈശോയോട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. തൊട്ടടുത്ത വാചകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. അതായത് മർത്തായുടെ ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം ഈശോ ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെ വീട്ടിലിരുന്ന മറിയം ഓടി വന്ന് മർത്ത തൊട്ട് മുന്നേ പ്രാർത്ഥിച്ചതുപോലെ തന്നെ സെയിം പ്രയർ ചൊല്ലുകയാണ്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മർത്തായുടെ പ്രാർത്ഥനകൾ കേട്ട് ഒരടി പോലും മുന്നോട്ട് നടന്നു പോവാത്ത ഈശോ മറിയം അതേപോലെ പ്രാർത്ഥിച്ചപ്പോൾ മറിയത്തിൻ്റെ കൂടെ പോവുകയാണ്. അതിൻ്റെ കാരണം മറിയം പ്രാർത്ഥനകൾക്കൊപ്പം ഹൃദയവും കൂടി ചേർത്തു എന്നുള്ളതാണ്. മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.